ലോകം മുഴുവൻ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സംഭവം വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഖത്തറിനൊപ്പം കഴിഞ്ഞ 24 മണിക്കൂറിൽ മറ്റു 4 രാജ്യങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഗസ, സിറിയ, ലെബനൻ, ടുണീഷ്യ എന്നിവയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയ മറ്റു രാജ്യങ്ങൾ. ഖത്തർ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. 12 തവണ ആക്രമണം നടത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിനെ ആക്രമിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇത് നിഷേധിച്ച് ട്രംപ് രംഗത്ത് വന്നു. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേത് മാത്രമാണെന്നാണ് ട്രംപ് പറയുന്നത്. ഖത്തറിനെ ആക്രമിക്കാനുള്ള തീരുമാനം തൻ്റേതല്ലെന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. ഹമാസിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെന്ന് US സൈന്യം ട്രംപ് ഭരണകൂടത്തെ രാവിലെ അറിയിച്ചു. നിർഭാഗ്യവശാൽ ഖത്തറിന് തലസ്ഥാനമായ ദോഹയിലായിരുന്നു ആക്രമണം. സമാധാനം സ്ഥാപിക്കാൻ ഞങ്ങളോടൊപ്പം വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും അപകട സാധ്യതകൾ ധീരമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു പരമാധികാര രാജ്യവും USൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയുമാണ് ഖത്തർ. ആ ഖത്തറിനുള്ളിൽ ഏകപക്ഷീയമായി ബോംബാക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെയോ USൻ്റെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ലെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. എങ്കിലും ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന ഹമാസിനെ തുടച്ചു നീക്കുന്നത് ഉചിതമായ ലക്ഷ്യമാണ്. ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഖത്തറിന് മുന്നറിയിപ്പ് നൽകാൻ ഉടൻ തന്നെ തൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അത് അദ്ദേഹം നിറവേറ്റി. നിർഭാഗ്യവശാൽ ആക്രമണം തടയാൻ കഴിയാത്ത വിധം വൈകിപ്പോയിരുന്നു. ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ്: USൻ്റെ ശക്തമായ സഖ്യകക്ഷിയും സുഹൃത്തുമായി ഖത്തറിനെ കാണുന്നു. കൂടാതെ ആക്രമണം നടന്ന സ്ഥലത്തെക്കുറിച്ച് എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. എല്ലാ ബന്ധുക്കളെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും വിട്ടുകിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം. ആക്രമണത്തിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു. സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞു. ഈ നിർഭാഗ്യകരമായ സംഭവം സമാധാനത്തിനുള്ള ഒരു അവസരമായി മാറിയേക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഖത്തർ അമീർ, ഖത്തർ പ്രധാനമന്ത്രി എന്നിവരുമായും ഫോണിൽ സംസാരിച്ചു. ഞങ്ങളുടെ രാജ്യത്തോടുള്ള അവരുടെ പിന്തുണയ്ക്കും സൗഹൃദത്തിനും നന്ദി അറിയിച്ചു. അവരുടെ മണ്ണിൽ ഇത്തരം ഒരു സംഭവം ആവർത്തിക്കില്ലെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് നൽകി. ഖത്തറുമായുള്ള പ്രതിരോധ സഹകരണ കരാർ അന്തിമമാക്കാൻ ഞാൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അതിനിടെ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിൽ ട്രംപിന് കടുത്ത എതിർപ്പാണുള്ളതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നും USൻ്റെ വിശ്വസ്തനായ സഖ്യകക്ഷിയാണ് ഖത്തർ. ഇസ്രായേലിൻ്റെ ആക്രമണം ട്രംപിന് വലിയ നാണക്കേടായി മാറിയെന്നാണ് USലെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിലാണ് USൻ്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത്. മേഖലയിൽ US വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷയെ ചോദ്യം ചെയ്താണ് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തെ UN അപലപിച്ചിട്ടുണ്ട്. ഖത്തറിൻ്റെ പരമാധികാരത്തിൻ്റെയും പ്രാദേശിക സമഗ്രതയുടെയും നഗ്നമായ ലംഘനമെന്നാണ് വ്യോമാക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വിശേഷിപ്പിച്ചത്. ഗാസ യുദ്ധത്തിൽ എല്ലാ കക്ഷികളും സ്ഥിരമായ വെടിനിർത്തൽ കൈവരിക്കുന്നതിനായി പ്രവർത്തിക്കണമെന്നും വെടിനിർത്തലിൻ്റെ സാധ്യതകൾ നശിപ്പിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. UK, ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ സംഭവത്തെ അപലപിച്ചു. യൂറോപ്യൻ യൂണിയനും ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്.